പേരില്ലൂർ പ്രീമിയർ ലീഗ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ ഏറ്റവും പുതിയ മലയാളം സീരീസാണ്. ഇതിനു മുമ്പ് മാസ്റ്റർ പീസ് ആയിരുന്നു ഒരു അടിപൊളി സീരീസുമായിട്ട് വന്നത് ഹോട്ട്സ്റ്റാർ. അതിനുശേഷമാണ് ഈ ഒരു സീരീസ് വരുന്നത്. മാസ്റ്റർ പീസ് ഒരു മാസ്റ്റർ പീസ് പേര് പോലെ തന്നെ അടിപൊളി ഒരു സീരീസായിരുന്നു. അതുപോലെ തന്നെയാണ് പേരില്ലൂർ പ്രീമിയർ ലീഗ്. ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. മലയാളത്തിലെ ഒരുമാതിരി എല്ലാ ആക്ടേഴ്സും ഉള്ള ഒരു സീരീസ് കൂടിയാണ്. ഇപ്പം സണ്ണി വെയിൻ, വിജയരാഘവൻ, അശോകൻ, നിഖില വിമൽ, അങ്ങനെ ഒരുപാട് കാസ്റ്റ് നമ്മൾ എടുത്തു പറയേണ്ടതും അല്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് കാസ്റ്റുള്ള ഒരു സീരീസാണ് പേരില്ലൂർ പ്രീമിയർ ലീഗ്. ഒരു കൊച്ചു നാടായ പേരില്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ കഥയാണ് ഈ ഒരു സീരീസ് കാണിച്ചു പോകുന്നത്. അവിടുത്തെ പൊളിറ്റിക്സും കാര്യങ്ങളും അതിനകത്ത് ചെന്നെത്തുന്ന മാളവിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥയൊക്കെയാണ് ഈ ഒരു സീരീസ് കാണിച്ചു പോകുന്നത്. പക്ഷേ 7 എപ്പിസോഡുള്ള അരമണിക്കൂർ റൺ ടൈമുള്ള 7 എപ്പിസോഡുള്ള ഈ ഒരു സീരീസ് ഭയങ്കര വർത്ത് വാച്ചിങ്ങാണ്. നമുക്ക് ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഒറ്റ സ്ട്രെച്ചിലിരുന്നിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന സീരീസ്, മാസ്റ്റർ പീസ് പോലെ തന്നെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഇതിൽ ഹോട്ട്സ്റ്റാർ ഇങ്ങനെയുള്ള അടിപൊളി സീരീസുകൾ ഇനിയും കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഹോട്ട്സ്റ്റാർ ഇറക്കിയ സീരീസുകളെല്ലാം മലയാളത്തിലെ എല്ലാ സീരീസുകളും അതിഗംഭീരമായിരുന്നു. അതുപോലെ തന്നെയാണ് പേരില്ലൂർ പ്രീമിയർ ലീഗും. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാളവിക എന്ന് പറയുന്ന പെൺകുട്ടി പേരില്ലൂരിൽ വന്ന് കുറേ നാൾ താമസിച്ചു. ശ്രീകുട്ടൻ എന്ന് പറയുന്ന സണ്ണി വെയിൻ്റെ ക്യാരക്ടർ. സണ്ണി വെയിൻ ഒരു ഗൾഫുകാരനാണ്. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് പെണ്ണ് കാണാനായിട്ട് ഇങ്ങനെ പോകുന്നു. കല്യാണങ്ങളൊന്നും നടക്കുന്നില്ല. ആക്ച്വലി മാളവികയ്ക്ക് ശ്രീകുട്ടനോട് പണ്ടൊരു ക്രഷും കാര്യങ്ങളും ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതൊന്നും അന്ന് പറയാതെ പോയത്, അത് ചെറുപ്പകാലത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ അത് പറയാതെ കഴിഞ്ഞു പോകുന്നു. അതിനുശേഷം ഈ മാളവികയെ ശ്രീകുട്ടൻ പെണ്ണ് കാണാൻ ചെല്ലുന്നു. അപ്പം ആ ഒരു പ്രേമത്തെപ്പറ്റിയും പ്രണയത്തെപ്പറ്റിയൊക്കെ പറയുന്നതൊക്കെ ഈ ഒരു കല്യാണം നടക്കും എന്നൊരു സിറ്റുവേഷൻ ആവുക ഒരു പെണ്ണ് കാണാനില്ല. അങ്ങനെ പോകുന്നു. അപ്പം പീതാംബരൻ എന്ന് പറയുന്ന മാളവികയുടെ മാമൻ, അതായത് വിജയരാഘവൻ്റെ ക്യാരക്ടർ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ്, പേരില്ലൂരിലെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പം ഈ പീതാംബരൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സോമൻ, നമ്മളുടെ അശോകൻ ചേട്ടൻ്റെ ക്യാരക്ടർ. അപ്പം ഇവർ തമ്മിലുള്ള റൈവലറിയാണ്. അതിൽ പീതാംബരനാണ് എപ്പോഴും പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ അടുത്ത ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ഈ പീതാംബരനെതിരെ കേസ് വരുന്നു. അതുകൊണ്ട് ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്നു. അപ്പം വേറെ ആരെയെങ്കിലും കൊണ്ടുവരണമല്ലോ. അങ്ങനെയാണ് ഈ മാളവിക, അതായത് അനിയൻ്റെ മകളായിട്ടുള്ള മാളവിക എടുത്ത് ചെല്ലുന്നതും മാളവികയെ കരഞ്ഞ് കാലം പിടിച്ച്, അതായത് ആ ഒരു പൊളിറ്റിക്സ് നമുക്കറിയാമല്ലോ, ഇത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അത് കരഞ്ഞ് അഭിനയിച്ച് കാണിച്ച് ഇതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അപ്പം ശ്രീകുട്ടനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ പേരില്ലൂരിലേക്ക് വരുന്നു എന്നുള്ള ഐഡിയയിൽ മാളവിക ഓക്കെ പറയുന്നു. മാളവികയുടെ സ്വപ്നങ്ങൾ ഇതൊന്നും അല്ല, PhD എടുക്കണം, വേറെ വലിയ സ്വപ്നങ്ങളാണ്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ശ്രീകുട്ടൻ ഈ മാളവികയെ പെണ്ണ് കാണാൻ പോയിട്ട് വേറൊരു സ്ഥലത്തിൽ വേറൊരു പെൺകുട്ടിയെ കാണുന്നു. അപ്പം ഈ ഒരു കല്യാണം വേണമോ എന്നൊരു ഡൗട്ട് വരുന്നു. അത് വേണ്ടാന്ന് വിളിച്ചു പറയുന്നു. അതൊരു മണ്ടത്തരം കാണിക്കുന്നു. അങ്ങനെ ഈ ഇലക്ഷൻ നിൽക്കാമെന്ന് വാക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് ഈ ഒരു കോഡ് വരുന്നതും. അതിനുശേഷം ഈ ഇലക്ഷൻ നിൽക്കണ്ട എന്ന് തോന്നുന്നു. അങ്ങനെ ഇലക്ഷൻ തോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇലക്ഷൻ തോക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ സൈക്കോ ബാലചന്ദ്രൻ എന്നുള്ള അജു വർഗീസിൻ്റെ ക്യാരക്ടറുണ്ട്. അത് അടിപൊളി ക്യാരക്ടറാണ്. ഇതിനകത്ത് എല്ലാ ക്യാരക്ടറും, നമ്മുടെ നത്തുണ്ട്, അരുൺ പ്രദീപ് സണ്ണിവേൻ്റെ അനിയനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും അവർക്ക് കൊടുത്തിരിക്കുന്നതെല്ലാം കിടിലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഇലക്ഷൻ വന്ന് അപ്രതീക്ഷിതമായിട്ട് ഈ ഇലക്ഷൻ ജയിക്കുന്നു. അത് ഭയങ്കര കോമഡിയായിട്ടാണ് ഈ ഇലക്ഷൻ ജയിക്കുന്നത്. ഒരു വോട്ടിന് ഇലക്ഷൻ ജയിക്കുന്നു. അതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, എങ്ങനെ ഈ ഒരു വോട്ടിന് ജയിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഇത് എങ്ങനെയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആവരുത് എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്നു. അവസാനം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ പേരല്ലൂരിലെ പ്രശ്നങ്ങളിലേക്ക് മാളവികയുടെ ജീവിതം അവിടേക്ക് പോകുന്നതും മാളവിക PSC എഴുതാൻ പോകാതെ പറ്റാതാവുന്നതും, അങ്ങനെ ആ ഒരു പേരല്ലൂർ എന്താണ്, പേരല്ലൂരിലെ നാട്ടുകാരെങ്ങനെയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു സീരീസ് പറഞ്ഞു പോകുന്നത്. അതിനിടയ്ക്കൂടെ ഈ ഒരു ശ്രീകുട്ടനും മാളവികയും തമ്മിലുള്ള ഒരു കല്യാണാലോചന കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ള ഒരു ഈഗോ, അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതെങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്ന് ശ്രീകുട്ടൻ നോക്കുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അവസാനം അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെ പോകുന്നതും അവസാനം ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതും, ഇതെങ്ങനെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നത്, എന്തായിരിക്കും മാളവികയുടെ ഫ്യൂച്ചർ പ്ലാൻസ്, എങ്ങനെ പ്രസിഡൻ്റായിട്ട് നിൽക്കുകയാണോ, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഈ ഒരു സീരീസ് കാണിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കോമഡികളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കോമഡിക്ക് വേണ്ടി ഇങ്ങനെ വൾഗറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ സിറ്റുവേഷൻ കോമഡിക്ക് വേണ്ടിയിട്ട് എല്ലാ സിറ്റുവേഷൻസ് സെറ്റ് ചെയ്യുക, അത് കോമഡിയാക്കുക. അജു വർഗീസിൻ്റെ ഒരു കിടിലൻ സാധനങ്ങളൊക്കെ ഉണ്ട്. സൈക്കോ ബാലചന്ദ്രനായിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സൈക്കോ തരങ്ങൾ, അതായത് പഴയ ഒരു കാമുകി തേച്ചിട്ട് പോയതിന് സൈക്കോ ആവുന്നതും, അങ്ങനെ അതായത് അവിടുത്തെ ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ യൂഷ്വലി നാട്ടിൻപുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരാൾക്കാരെ അതേപോലെ തന്നെ പറിച്ചു വെച്ചിരിക്കുകയാണ് ഈ പേരല്ലൂർ എന്ന് പറയുന്ന നാട്ടിലേക്ക്. അതേപോലെ ഈ ഒരു സീരീസിൻ്റെ ഡീറ്റെയിലിങ്, അതായത് അമ്പലത്തിലിപ്പോൾ പാട്ടിടുന്നത് വരെ ആ പേരല്ലൂരിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ വെച്ച് ഭയങ്കര ഡീറ്റെയിലിങ്ങിന് ഭയങ്കര അധികം
പ്രാധാന്യം കൊടുത്തൊരു സീരീസാണ്. ഇപ്പം മാസ്റ്റർ പീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റിനകത്ത് നടന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ ഒരു ഗ്രാമമൊന്നും ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സീരീസാണ്. അതായത് ഗ്രാമം കാണിക്കുന്നു, ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല എഫേർട്ട് എടുത്തിരിക്കുന്ന ഒരു സീരീസാണ്. അത് ആ എഫേർട്ടിനുള്ള സാധനം ഈ ഒരു സീരീസിലുണ്ടെന്ന് വേണം പറയാൻ. കാരണം ആ ഒരു ഗ്രാമമൊക്കെ ഭയങ്കര പെർഫെക്റ്റായിട്ട് നമ്മളിപ്പം യൂഷ്വലി നമ്മൾ കണ്ടു മറന്ന ചില ആളുകൾ, നമ്മളിപ്പോൾ യൂഷ്വലി ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ പെരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന സീരീസിൽ. എന്തായാലും ഒരു അടിപൊളി ബിഞ്ച് വാച്ചബിൾ സീരീസാണ് പെരല്ലൂർ പ്രീമിയർ ലീഗ്. ഇതുപോലത്തെ അടിപൊളി സീരീസുകൾ ഇനിയും ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.